എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജാസിയുടെ വിഷയമാണ്. ജാസി കഴിഞ്ഞ ദിവസം അവരുടെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുടെ മാരേജ് ആയിരുന്നു. നടാഷ എന്നാണ് പേര് തോന്നുന്നു. നടാഷ ആൻഡ് അലക്സ് അവരുടെ മാരേജ് ആയിരുന്നു. അപ്പോൾ അവിടെ ജാസി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ജാസി ഉണ്ടായിരുന്നു, ജാസിയുടെ കൂടെയുള്ള ലക്ഷ്മി ഉണ്ടായിരുന്നു. അവിടെ മീഡിയക്കാർ വന്നിട്ട് ജാസിയുടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ജാസി അതിന് മറുപടി പറയുന്നുണ്ട്. ആ മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എത്രയോ വിഷയങ്ങൾ ജാസിയുടെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ജാസിയുടെ പ്രഗ്നൻസി, ജാസിയുടെ സർജറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. അപ്പോഴൊന്നും നമ്മളതൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ജാസി എന്തുദ്ദേശിച്ചാണ് ഇതൊക്കെ മീഡിയയുടെ മുന്നിൽ ഇപ്പോൾ വീണ്ടും സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ക്ലാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, പക്ഷേ ക്ലാരിറ്റി കൊടുക്കുന്നത് വീണ്ടും മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടാണെന്ന് മാത്രം. നമുക്കെന്തായാലും വീഡിയോകൾ കണ്ട് സംസാരിക്കാം. ആദ്യത്തെ വീഡിയോയിലേക്ക് പോകാം. ആരാണ് അത് അങ്ങനെ ഒരു വോയിസ് പറഞ്ഞത്, അല്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തത് ആരാണ്, റിസപ്ഷനിലുള്ള ആരാണോ എന്നുണ്ടെങ്കിലും അവർക്കെതിരെ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ഇതാക്കുന്നത്. കാരണം അത് പോകണം, ജാസി നടപടിയായിട്ട് മുന്നോട്ട് പോകണം. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാസി സർജറിയുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് നമ്മുടെ ബൈജൂസ് വ്ലോഗിൽ ബൈജു ചേട്ടൻ റെനെ മെഡിസിറ്റി വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ റിസപ്ഷനിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫാണോ ബൈജുവിനോട് പറഞ്ഞു, ഇവിടെ ഡൗൺ സർജറി ചെയ്യില്ല. സോ ജാസി ഡൗൺ സർജറി ചെയ്തിട്ടില്ല. ജാസി എന്ത് സർജറി ചെയ്തെന്നുള്ളത് എനിക്ക് അറിയില്ലെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. ജാസി എന്ത് സർജറി ചെയ്തെന്ന് എനിക്കറിയില്ല, പക്ഷേ ഡൗൺ സർജറി ഇവിടെ ചെയ്യില്ലെന്നാണ് ആ ഫോൺ കോളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. ഇവിടെ ജാസി പറയുന്നു അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകണം. അങ്ങനെയാണെങ്കിൽ ആ ഹോസ്പിറ്റലുകാർ ആദ്യം കേസ് കൊടുക്കേണ്ടത് ജാസിക്കെതിരെയാണ്. കാരണം ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ആ സർജറി കഴിഞ്ഞ് അടുത്ത ദിവസം വീഡിയോയിൽ പറയുവാണ്, ഞാൻ പെണ്ണായി മാറിയിരിക്കുന്നു, ഞാൻ ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിനെതിരെ കേസ് വരേണ്ട കാര്യമാണ്. കേസ് വരേണ്ടതാണ്. കാരണം അവിടെ ചെയ്യാൻ പാടില്ലാത്ത ഒരു സർജറി അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകാർ അതിന് ഉത്തരം പറയണം. അപ്പോൾ ജാസിക്കെതിരെ ഹോസ്പിറ്റലുകാരാണ് ആദ്യം കേസ് കൊടുക്കേണ്ടത്. അവരത് കൊടുത്തിട്ടില്ല. അത് അവരുടെ മാന്യത എന്ന് ഞാൻ പറയുള്ളൂ. ഇവിടെ ജാസി ഹോസ്പിറ്റലിലുള്ള ആ സ്റ്റാഫിനെതിരെ ഏത് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കും. ഇനി കേസ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചടി ജാസിക്ക് തന്നെ കിട്ടും. കാരണം ജാസി ആ സമയത്തൊക്കെ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഞാൻ സ്ത്രീയായി മാറിയിരിക്കുന്നു, ഞാൻ സ്ത്രീയിലേക്കുള്ള യാത്രയിലാണ്, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ്, അങ്ങനെയാണ് സംസാരിച്ചത്. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഹോസ്പിറ്റലുകാർ കുറ്റക്കാരായിട്ട് മാറുകയാണ് അവിടെ. അപ്പോൾ ഹോസ്പിറ്റലുകാർ ജാസിക്കെതിരെ എന്ത് ചെയ്യും? കേസ് ഫയൽ ചെയ്യും. അത് ചെറിയ കേസും ആയിരിക്കില്ല, കോടികളുടെ കോമ്പൻസേഷൻ ആയിരിക്കും അവർ ചോദിക്കുന്നത്. ഹോസ്പിറ്റലിനെ മനഃപൂർവ്വം അധിക്ഷേപിച്ചെന്ന് പറഞ്ഞു അതൊക്കെ കൊടുക്കാൻ ജാസിയിൽ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബാക്കിയേക്കാം. ഒരു മെഡിക്കൽ എത്തിക്സിന് ഒരിക്കലും യോജിച്ച കാര്യമല്ല. അത് എന്ത് സർജറി ആയിക്കോട്ടെ, എന്ത് ഒരു മരുന്നായിക്കോട്ടെ, നമ്മൾ വളരെ പേഴ്സണലായിട്ട് ചെയ്ത സർജറി, അത് ഇങ്ങനെ ഒരു സർജറിയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇന്ന സർജറി അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അത് റിവീൽ ചെയ്യാൻ ഒരു സ്റ്റാഫിനും, അതിന് സ്റ്റാഫ് എന്നല്ല ഒരു ഓതറിൻ്റെ ആൾക്കാർക്കും അതിനെക്കുറിച്ചുള്ള ഒരു ഇതില്ല. എന്തുകൊണ്ടില്ല? ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഇവിടെ ഇന്ന സർജറി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇല്ലെന്ന് പറയാൻ റൈറ്റ് അവർക്കില്ലേ? ജാസി ഇന്ന സർജറി ചെയ്തിട്ടുണ്ടോ? അത് അവർ പറഞ്ഞു, അതേക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, ഇവിടെ ഡൗൺ സർജറി എന്തായാലും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ ഡൗൺ സർജറി ഇല്ല എന്നുള്ള കാര്യം ഞാനും അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ഈ ജാസിയുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ജാസി ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്, അപ്പോൾ അവിടെ സർജറി ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെടുത്ത് ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചത് ഡൗൺ സർജറി ആണെന്ന് ജാസി പറഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ ജാസി പെണ്ണായിട്ട് മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് ജാസി പറയുന്നത്. അപ്പോൾ പറഞ്ഞു അവിടെ ഡൗൺ സർജറി ഇല്ല, റെനെ മെഡിസിറ്റിയിൽ ഡൗൺ സർജറി ഇല്ല, അവിടെ ബ്രസ്റ്റ് സർജറി മാത്രമേ ഉള്ളൂ എന്ന് അവരും പറഞ്ഞു. സോ ഡൗൺ സർജറി അല്ല എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമായ കാര്യമാണ്. മാത്രമല്ല ഈ ഡൗൺ സർജറി ചെയ്ത ഒരാൾ അടുത്ത ദിവസം തന്നെ വന്നിട്ട് വീഡിയോയിൽ വന്ന് സംസാരിക്കാൻ അവർക്കൊന്നും പറ്റത്തില്ല. അത്രമാത്രം പെയിൻഫുൾ ആയിട്ടുള്ള സർജറി ആണെന്നാണ് കേട്ടിട്ടുള്ളതും ഞാൻ സംസാരിച്ചിട്ടുള്ള ആൾക്കാരെല്ലാവരും പറയുന്നത്. അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സർജറിയാണ് ഡൗൺ സർജറി. അപ്പോൾ അത് കഴിഞ്ഞ മാത്രയിൽ തന്നെ വന്ന് വീഡിയോയിൽ ചെയ്യുക, വീഡിയോയിൽ സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴേ ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ ജാസി ഇറങ്ങി നടന്നു തുടങ്ങി. ഡൗൺ സർജറി ചെയ്ത ആൾ എത്രയോ നാൾ എന്തോ റെസ്റ്റ് എടുക്കണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ജാസി ഇവിടെ കംപ്ലൈൻറ്റിന് പോയി കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്നത് ജാസി തന്നെ ആയിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. എനിക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരാളെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരാളും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, എന്നെക്കുറിച്ച് എവിടെയും നെഗറ്റീവ് പബ്ലിസിറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ. വളരെ ചുരുക്കം കുറച്ച് നല്ല ട്രാൻസ് കമ്മ്യൂണിറ്റിയുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ലൈക്ക് പാറു, ഹിന പാറു, അതുപോലെ എൻ്റെ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഹണി, നടാഷ, അങ്ങനെ വളരെ കുറച്ച് കമ്മ്യൂണിറ്റി മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ എന്നോട് എന്തോ ഭയങ്കര വ്യക്തിവൈരാഗ്യം, അത് ഞാൻ കാണുന്നത് ഓരോ കമൻറ്റ് ബോക്സിലാണ്. ഞാൻ എന്താ ചെയ്തിട്ട് ജാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡാൻസ് സ്കൂൾ നടത്തിയും മേക്കപ്പ് ആർട്ടിസ്റ്റുകളായും വർക്ക് ചെയ്യുന്ന ട്രാൻസ് ആൾക്കാരുണ്ട്. ജാസി വീഡിയോകളിൽ കൂടി കാണിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അപമാനമായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് തെറ്റ്? ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ, ഈ പറഞ്ഞ രീതിയിൽ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ എല്ലാവരും റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സുഹൃത്ത് അവരൊരു ഡാൻസറാണ്, അവർക്ക് ഡാൻസ് സ്കൂളുണ്ട്. ഞാൻ ആളുടെ പേരൊന്നും എടുത്ത് വലിച്ചിടുന്നില്ല. അതുപോലെ തന്നെ അറിയുന്ന മറ്റു വ്യക്തികളുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ടും പിന്നെ ഈ പറയുന്ന ലോക് അദാലത്തിൽ മെമ്പറായിട്ടും
ഒക്കെ പോകുന്ന ആളുകളുണ്ട്. അവർ വളരെ മാന്യമായിട്ട് ജീവിക്കുന്നു. ജാസിക്ക് മാന്യതയില്ലാതെ ജാസി ജീവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അർത്ഥമില്ല. പക്ഷേ ജാസി പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരാൾ പോലും അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പോലും ജാസി പറയുന്ന രീതിയിൽ ജാസിയെ സപ്പോർട്ട് ചെയ്യാത്തത്. അത് ജാസി മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും ജാസി അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാസിയുടെ മിസ്റ്റേക്ക് അല്ല മനസ്സിലാക്കുന്നത്. എൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും തെറ്റുകാരാണ്, ഞാൻ മാത്രമാണ് പെർഫെക്റ്റ്. ഇതാണ് ജാസിയുടെ ലൈൻ. അത് നല്ല ലൈനാണെന്ന് ജാസിക്ക് തോന്നുന്നുണ്ടോ? ജാസിയുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ജാസിക്ക് തിരുത്താൻ തയ്യാറാവണം. ജാസി പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ ജാസിക്ക് തിരുത്തി പറയണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും തെറ്റുകാരാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അടുത്ത വീഡിയോ ആണ്. രഞ്ജുവിന് ഞാൻ കുറേ കമന്റ് ബോക്സിൽ കണ്ടു. കാരണം എന്നോട് വളരെ നല്ല രീതിയിൽ ഞാൻ ഇനി ഫുൾ സപ്പോർട്ട് ഉണ്ടാവും, നീ സർജറി കഴിഞ്ഞു, ഇനി നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ അവരെ അക്കൗണ്ടിൽ എന്നെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ ഇങ്ങനെ എഴുതുന്നതും അത് എന്നെ ആൾക്കാർ ടാഗ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ രഞ്ജുവിന് ഓൾറെഡി എൻ്റെ കോൺടാക്റ്റ് ഉള്ള ആളാണല്ലോ, നമുക്ക് വേറെ എവിടെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ള ആളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താണ് ജാസി ഏത് സർജറിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ലെന്ന്. ഞാൻ എന്തിനു പറയണം? ഇവിടെ കുറേ ട്രാൻസ് പേഴ്സൺ സർജറി ചെയ്തിട്ടുണ്ട്. ജാസി സർജറി ചെയ്യുമ്പോൾ മാത്രം അത് എന്ത് സർജറി ആണെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ജാസി സർജറി ചെയ്യുമ്പോൾ വ്യക്തമാക്കേണ്ട ആവശ്യം, അത് ആ ആവശ്യകത ഉണ്ടാക്കി വെച്ചത് ജാസി തന്നെയാണ്. ചെയ്യാത്ത സർജറിയെ ചെയ്തു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വീഡിയോ പ്രദർശിപ്പിച്ച് ഹോസ്പിറ്റലുകാരെ വരെ ചോദ്യചിഹ്നത്തിൽ കൊണ്ട് നിർത്തിയിട്ട് അപ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത ജാസിക്കുണ്ട്. ജാസി എന്ത് സർജറിയാണ് ചെയ്തതെന്ന്. പിന്നെ ജാസി എന്താ ചെയ്തത്? ധന്യയെ വിളിച്ചിട്ട് ധന്യ പബ്ലിക് പ്ലേസിൽ നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് പോലും ജാസി എന്ത് ചെയ്തു? തുറന്നു കാണിച്ചു. സർജറി ചെയ്തത് എന്താണെന്നുള്ളത് തുറന്നു കാണിച്ചു. അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എത്ര അടുത്ത സുഹൃത്തും ആയിക്കോട്ടെ, ആ വ്യക്തിനെ നമ്മുടെ ശരീരം തുറന്നു കാണിക്കുന്നത് ശരിയാണോ? അത് പബ്ലിക്കായിട്ട് അവർ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നു. അവരുടെ ചുറ്റുപാട് എത്ര പേരുണ്ടെന്ന് ജാസിക്ക് അറിയാമോ? അറിയില്ല. അപ്പോൾ ആ സമയത്ത് അവരെ കാണിക്കാൻ വേണ്ടി ജാസി ഇതിങ്ങനെ തുറന്നു കാണിക്കുമ്പോൾ അവരുടെ ഫോണിലേക്ക് എത്ര പേരുടെ കണ്ണുകൾ പോകുന്നുണ്ടാവും? ആ ആളുകൾ അവരെക്കുറിച്ച് എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? കാരണം അവർക്ക് കാര്യം അറിയില്ലല്ലോ. ജാസിയോട് സംസാരിക്കുന്നത് ധന്യയാണ്. ധന്യ എന്ന് പറയുന്നത് ഹെൽനോസ് പാട്ട, ആ കുട്ടിയാണ് സംസാരിക്കുന്നത്. അതിന് അവർ വന്ന് റിയാക്ട് ചെയ്തതിന് ഇപ്പോൾ ജാസി അവർക്കെതിരെ സംസാരിക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ ജാസിയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞതിൽ എന്തർത്ഥമുണ്ട്? ജാസി പറഞ്ഞു ജാസിയുടെ ഫ്രണ്ടാണെന്ന്. ഫ്രണ്ട് അല്ലെന്ന് ആ കുട്ടി വന്ന് പറഞ്ഞിട്ടുണ്ട്. ജാസി അതിന് തെളിയിക്കുന്നു എന്ന് ജാസി ചോദിച്ചു. എന്തിനാണ് ഹെലൻ്റെ മുൻപിൽ ജാസി തുറന്ന് കാണിച്ചത്? എന്തിനാണ് കാണിച്ചത്? തെളിയിക്കാൻ വേണ്ടിയല്ലേ? എന്തിനും തെളിയിക്കുന്നു എന്ന് ചോദിച്ച ഈ ജാസി എന്തിനാ അവിടെ തുറന്ന് കാണിച്ചു? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അപ്പോൾ എല്ലാം കാണിച്ചു വെച്ചിട്ട്, എല്ലാം ചെയ്തു വെച്ചിട്ട് പിന്നെ വന്നിരുന്ന് മെഴുകരുത്, ന്യായീകരിക്കരുത്. ഓക്കെ, ബാക്കി അവൾ എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ സർജറി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആ സർജറി കഴിഞ്ഞു മോളെ, സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. കാരണം ആ സമയത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ. ജാസി സർജറി ചെയ്തോ ഇല്ലയോ, റെനെ മെഡിസിറ്റി ജാസി സർജറി ചെയ്തിട്ടില്ല, അങ്ങനെ സർജറി റെനെ മെഡിസിറ്റിയിൽ ഇല്ല, ജാസി വേറൊരു അസുഖത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ആൾക്കാർ ഇതാക്കിയിരുന്നത്. അപ്പോൾ അഫ്കോഴ്സ് ആ കുട്ടി ചോദിച്ചത് സർജറി കഴിഞ്ഞെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു സർജറി കഴിഞ്ഞു മോളെ, നീ കാണണോ, നീ എന്താണ് വീഡിയോ കോൾ ഓണാക്കുന്നപ്പോൾ അവൾ പറഞ്ഞില്ല ഞാൻ പുറത്താണ്. ഞാൻ പറഞ്ഞു നോക്കി ഇന്ന് ഞാൻ ഓണാക്കാം. അതൊക്കെ സത്യം തന്നെയാണ് കേട്ടോ, എന്നോണോ എന്നല്ല. ഞാൻ കാണിച്ചത് ഡ്രസ്സ് ഊരി എന്നൊക്കെ പറയുന്നത് കണ്ടല്ലോ. ധന്യ പറയുന്നുണ്ട് ഞാൻ പുറത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ജാസിക്കൊന്ന് വെയിറ്റ് ചെയ്യാനുള്ള സാവകാശം പോലും ഉണ്ടായിരുന്നില്ല. ജാസി അപ്പം തന്നെ വീഡിയോ കോൾ ഓൺ ചെയ്യുന്നു, ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു. ജാസി തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയത് ജാസി ചെയ്തത് ശരിയാണോ? അവർ പബ്ലിക് പ്ലേസിലാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജാസി ഇതൊന്ന് മാറ്റി പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. എൻ്റെ കാര്യം പറയാണ്. ഇതിപ്പോൾ ജാസി എന്ത് സർജറിയാണ് ചെയ്തത്, എന്ത് സർജറിയാണ് ചെയ്തത്, ഇങ്ങനെ കുത്തിയിട്ടാണ് എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നതല്ലേ. എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ പോലും എനിക്ക് കാണിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നത്. ഇപ്പോൾ ഈവൻ ഞാൻ സർജറി ചെയ്ത് മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീലക്ഷ്മി. അതുപോലെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വരാറുണ്ട് എൻ്റെ വീട്ടിലേക്ക്. എന്നെ സർജറിക്ക് ആഫ്റ്റർ സർജറി എന്നെ കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ എൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. ജാസി എന്ത് സർജറി ചെയ്തെന്ന് ആരാ ജാസിയുടെ കുത്തി ചോദിച്ചത്? ധന്യ ചോദിച്ചോ? ധന്യ ചോദിച്ചില്ലല്ലോ. ധന്യ ചോദിച്ചത് ജാസി സർജറി ചെയ്തോ, എന്ത് സർജറിയാണ് ചെയ്തതെന്ന് ചോദിച്ചു. ഒരു പ്രാവശ്യം ചോദിച്ചു, കുത്തി ചോദിച്ചില്ലല്ലോ. ആ ചോദിച്ച മാത്രം തന്നെ ജാസി എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്ത് കാണിച്ചു. ആ കുട്ടി പബ്ലിക് പ്ലേസിലാണെന്ന് പറഞ്ഞിട്ട് പോലും, അല്ലേ, പബ്ലിക് പ്ലേസിലാണെന്ന് പറഞ്ഞിട്ട് പോലും ജാസി ഓപ്പൺ ചെയ്ത് കാണിച്ചു. അത് തെറ്റല്ലേ? ഞാനത് പറയാൻ കാരണം ജാസി തന്നെ പറയുന്നു ഞാൻ എന്തിന് തെളിയിക്കണം, ആരുടെ മുന്നിൽ തെളിയിക്കണം എന്ന് പറഞ്ഞ ജാസി ധന്യമായിട്ട് അപ്പോൾ എന്ത് കണക്ഷനാണുള്ളത്? തെളിയിക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ. പിന്നെ എന്തിനു തെളിയിക്കാൻ പോയി? അടുത്തത് ഒരു തുണി ഊരി കാണിച്ചു കൊടുക്കുക എന്ന് പറയാൻ അതൊരിക്കലും പോസിബിൾ അല്ല. രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പുള്ള മാക്സി ആയിരുന്നു. അത് ഓപ്പൺ ടൈപ്പ് മാക്സികളാണ്. കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം, ഊരാനും സുഖം. അപ്പം അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തുള്ളത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ
ഞാൻ പറഞ്ഞ കാര്യമാണ്. അത് സത്യം തന്നെയാണ്. ഞാൻ കാണിച്ചു കൊടുത്തു. കാരണം എന്നോട് പറഞ്ഞു ജാസി സർജറി ചെയ്തിട്ടില്ല എന്നാണ് റെനയിൽ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ജാസി എന്ത് സർജറിയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞങ്ങൾ പുറത്താണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ വാട്സപ്പിലാണ് സംസാരിച്ചത്, വാട്സപ്പ് കോളാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇന്ന് നീ വീഡിയോ ഓൺ ആക്കണ്ട, നീ കാണാലോ, ഞാൻ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കാന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് അവള് പുറത്താണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അവൾക്ക് ആ സമയത്ത് അത് കംഫർട്ട് ആവില്ല, അതുകൊണ്ട് തന്നെയല്ലേ പുറത്താണ് എന്ന് പറഞ്ഞത്. എന്നിട്ടും അവിടെ യാതൊരു സാവകാശം കൊടുക്കാണ്ട് എന്നാൽ നീ വീഡിയോ ഓൺ ചെയ്യേണ്ട, ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തുറന്ന് കാണിക്കുകയാണ്. എന്താണ് ജാസി ഇത്? എൻ്റെ 2 ബട്ടൺസ് തുറന്നിട്ടാണ് ഞങ്ങൾ പൊന്തിയിട്ട് കാണിച്ചു കൊടുക്കാൻ. പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് ജാസി മറ്റ് പുറത്തൊക്കെ പോയ ട്രെയിനിലെ ആൾക്കാർ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്ന പോലെ ജാസി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു, ജാസി താഴോട്ട് കാണിച്ചു കൊടുത്തു എന്നൊക്കെയാണ് കുറെ ആൾക്കാർ പറഞ്ഞു പരത്തിയത്. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാരണം നമ്മുടെ ആൾക്കാർ പല രീതിയിൽ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ സംസാരിക്കാറുണ്ടാവും. ഈ പൊതുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറുത് കിട്ടുമ്പോൾ അതിനെ വലുതാക്കി പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ കുറേ പേര് പറയുന്നുണ്ടാവും ജാസിനെ. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല, തുറന്നു പറയാമല്ലോ. ഈ പൊന്തിച്ച് കാണിച്ചു, അത് ഹെലനും പറഞ്ഞിട്ടില്ല. ജാസിയുടെ മാറ് മാത്രമാണ് കാണിച്ചു എന്ന ലെവലാണ് ഹെലനും സംസാരിക്കുന്നത്, അല്ലാണ്ട് കംപ്ലീറ്റ് ഊരി കാണിച്ചു എന്നൊന്നും ഹെലൻ പറയുന്നില്ല. അപ്പോൾ അതിന് ആളുകൾ മാറ്റി വളച്ചൊടിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുന്നതായിരിക്കും. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ ഈ വിഷയം ജാസി അത് ചെയ്തത് തെറ്റാണെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാര്യം പബ്ലിക് പ്ലേസിൽ ഒരാൾ നിൽക്കുമ്പോൾ ആ വ്യക്തി കംഫർട്ടാണോ എന്ന് പോലും ചിന്തിക്കാതെ, കംഫർട്ടാണെങ്കിൽ പോലും നമ്മുടെ ശരീരം തുറന്ന് കാണിക്കുന്നത് ശരിയല്ല. അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അനാവശ്യമായിട്ട് മറ്റൊരാളുടെ മുമ്പിൽ, നമ്മുടെ ആരുമല്ലാത്തൊരാളുടെ മുമ്പിൽ നമ്മുടെ ശരീരം തുറന്ന് കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പ്രത്യേകിച്ച് ജാസി തന്നെ പറയുന്നു ഞാനൊരു സ്ത്രീ ആയി അല്ലെങ്കിൽ സ്ത്രീയാണ് എന്ന് പറയുന്നൊരു വ്യക്തി, എനിക്ക് അറിയില്ല അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അത് തെറ്റിദ്ധാരണയാണ്. ഞാൻ കാണിച്ചു കൊടുത്തത് തന്നെ സർജറി ചെയ്ത ഭാഗത്ത് വിത്ത് സ്റ്റിച്ച് അടക്കമാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. അപ്പോൾ എന്നോട് ആ കുട്ടി പറയുകയും ചെയ്തു ഓക്കെ എന്തായാലും നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ, നന്നായിട്ട് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിഷയങ്ങൾ. ജാസിയുടെ സർജറി അവസാനിച്ചിട്ടില്ല. സർജറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ജാസി ഇപ്പം വീണ്ടും കുത്തി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ജാസി തന്നെ മീഡിയയുടെ മുന്നിൽ ആൾക്കാർ ചോദിക്കും അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാം, അതല്ല ചെയ്യുന്നത്. പിന്നെയും എക്സ്പ്ലനേഷൻ കൊടുത്ത് അത് വീണ്ടും രേണുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ ജാസിയും ലൈംലൈറ്റ് നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിവേ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ അടുത്ത് വെച്ച് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, കഴമ്പൊന്നുമില്ല. പിന്നെ ജാസി ചെയ്തത് ഇപ്പോഴും തെറ്റ് തന്നെയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റ് തന്നെയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. സോ മാറുമെങ്കിൽ മാറട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.